നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നെറ്റ് ഇഷ്യൂസ് കാരണമാണ്. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഒടുവില് രേവതി സച്ചിയും കൂടെ ശ്രീകാന്തിനെയും വർഷയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് വിഷമത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ശ്രീകാന്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് എന്നിട്ട് ചോദിച്ചു, എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്താ? അച്ഛനാവാൻ പോവാന്ന് അറിഞ്ഞിട്ടും നിനക്ക് അതിൻ്റെതായ സന്തോഷമൊന്നും കാണുന്നില്ലോ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സച്ചിയേട്ടാ, എന്താടാ എന്താ കാര്യം എന്താ വെച്ചാ നീ പറ. എന്തോ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നല്ലോ. സാധാരണഗതിയിൽ അച്ഛനാവാൻ പോകുമ്പോൾ കടന്ന് തുള്ളിച്ചാണ്ട നീയാണ്. പക്ഷെ ഇപ്പം നിന്റെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണുന്നില്ല. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, എന്താടാ ശ്രീകാന്തേ, വർഷ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, എന്ത് കാര്യമാണെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറ. സച്ചേട്ടാ, ഞാനിത് എങ്ങനെയാ പറയണത്? വർഷയ്ക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ താല്പര്യമില്ല. അവൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനാ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അബോർട്ട് ചെയ്യാനോ? അതെ. കഴിഞ്ഞ ദിവസം രേവതി ചേച്ചിയോട് വന്ന് പപ്പായ ജ്യൂസ് ഒക്കെ ചോദിച്ചില്ലേ, അത് ഈ കുഞ്ഞിനെ കളയാനാ. അതോടൊപ്പം തന്നെ അവൾ പാതിരാത്രി സമയത്ത് കിടന്ന് ഡാൻസ് ചെയ്തു. ഇതെല്ലാം ആ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കണേ? അതും പറഞ്ഞ് രേവതി പെട്ടെന്ന് നെഞ്ച് കൈവെക്കുവാണ്. സച്ചു വെച്ച്, സത്യമാണോടാ നീ പറയണേ? ഞാൻ എന്തിനാ സച്ചേട്ട കള്ളത്തരം പറയണേ? ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാവോ എൻ്റെ വർഷയുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് പേടിയാന്നാ പറയുന്നേ. അവൾക്ക് ഡെലിവറി എന്ന് പറഞ്ഞ ഭയമാണ്. അവൾ ഈ സീരിയലിനകത്തൊക്കെ ഡബ് ചെയ്തിട്ട് അവൾക്ക് അതൊക്കെ കണ്ടിട്ട് അവരുടെ വേദനകളൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വേദനയാന്ന് അവള് പറയണേ. അവൾ മരിച്ചു പോകുന്നൊക്കെയാ പറയണത്. കുഞ്ഞിനോട് അവൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ പ്രസവിക്കാൻ അവൾക്ക് പറ്റില്ലെന്ന് പറയണേ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ എല്ലാ അമ്മമാരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭൂമി മനുഷ്യന്മാരെ കാണത്തില്ലായിരുന്നല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സച്ചേട്ടാ? അത് അവളോട് പറഞ്ഞിട്ട് അവളുടെ തലയിലേക്ക് കയറണ്ടേ? ഞാൻ മാക്സിമം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അവളുടെ തലയിലേക്ക് കയറുന്നില്ല. സാരില്ല, നീ സമാധാനമായിട്ടിരിക്കുക. നീ സമാധാനമായിട്ട് അവളോട് ഒന്നുകൂടെ പോയി ഒന്ന് സംസാരിച്ച് നോക്ക്. എനിക്ക് ആഗ്രഹമുണ്ട് സച്ചേട്ടാ, പക്ഷെ അവളൊന്നും അടുക്കുന്നില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, നാളെ ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അവളെന്തിയെ? അവൾ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നീ മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് മുറിയിലേക്ക് പോയി. ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല സച്ചേട്ടാ, എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ശ്രീകാന്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ആകപ്പാടെ സമനില തെറ്റിയ പട്ടിയിലിരിക്കുകയാണ്. വർഷയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ വർഷേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിന് മാത്രം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ലോകത്തെല്ലാ അമ്മമാരും പ്രസവിക്കുന്നതല്ലേ, സ്ത്രീകൾ പ്രസവിക്കുന്നതല്ലേ. പിന്നെ നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ദേ മിണ്ടര നീയ എല്ലാത്തിനും കാരണക്കാരൻ. നീ എന്നെ ചതിക്കുവല്ലേ ചെയ്തത്? ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പ്രഗ്നന്റ് ആക്കിയല്ലേ? എന്നിട്ട് മിണ്ടാതെ പോയിക്കോ, എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് വർഷേ, ദേ നിന്നോടല്ലേ ഞാൻ മിണ്ടല്ലെന്ന് എന്ന് പറഞ്ഞിട്ട് വർഷ മൂടിപ്പറിച്ച് അവിടെ പോയി കിടക്കുമ്പോഴത്തേനും ശ്രീകാന്ത് അവിടെ പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് വർഷ പറഞ്ഞു, എൻ്റെ അരികിലേക്ക് പോലും വന്നേക്കരുത്, എനിക്ക് നിന്നെ കാണുന്ന പോലും ദേഷ്യമാ. അറിയാലോ, ഞാൻ നിന്നോട് മുമ്പ് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, എനിക്ക് പ്രഗ്നന്റ് ആവാൻ പേടിയാന്നുള്ള കാര്യം എല്ലാം അറിഞ്ഞിട്ട് നീ മനഃപൂർവ്വം എന്നെ ചതിക്കുകയോ ചെയ്തേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിശ്വസിച്ചേ. ശ്രീകാന്ത് പറഞ്ഞു, അതിപ്പം ഞാന് വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് നിന്നെ കുറിച്ചെല്ലാം മനസ്സിലായടാ, നീ വെറും ചതിയനാന്ന് അതിപ്പോഴെനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് വർഷയോടെ മൂടി പൊതിച്ച് കിടക്കുവാണ്. ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ ഹാളിൽ കിടക്കുന്ന സമയം സച്ചി പറഞ്ഞു, അല്ല ശ്രീകാന്തിന്റെ വർഷയുടെ കല്യാണം നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷം നടന്നേ. പക്ഷെ ദേ ഇപ്പം വർഷയ്ക്കും വിശേഷം ഉണ്ടായി, നമുക്ക് മാത്രം എന്താ രേവതി? എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടാ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ നമുക്ക് ആഗ്രഹം മാത്രം പോരല്ലോ, ഒരു റൂമും കൂടെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെവിടെ നമ്മൾ തൊട്ടി കെട്ടും? ഒരു തൊട്ടിൽ കെട്ടാൻ പോലുള്ള സ്ഥലം നമുക്കില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അത് പിന്നെ സ്വന്തമായിട്ടൊരു മുറിയെങ്കിലും വേണ്ടേ സച്ചേട്ടാ? എന്നിട്ട് പോരെ, അതിന് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. സച്ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, ശരിയാ, ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ആലോചിച്ചില്ല. നീ ഇത്രമാത്രം ഇതിനെക്കുറിച്ചൊക്കെ കടന്ന് ചിന്തിച്ചില്ലേ? അതെ, നമ്മളൊരു കാര്യം ചിന്തിക്കും എല്ലാ വശങ്ങളും ചിന്തിക്കണ്ടേ. പിന്നെ
നാളെ ഇനിയിപ്പോൾ അച്ചമ്മ വരും. അച്ചമ്മ വന്നു കഴിയുമ്പോൾ അച്ചമ്മയോട് ശ്രുതിയുടെ കാര്യങ്ങളൊന്നും പറയണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് എത്രമാത്രം അച്ചമ്മ വിശ്വസിക്കുമെന്നും അറിയില്ല. കള്ളത്തരം പറഞ്ഞാലും അച്ചമ്മയ്ക്ക് ചിലപ്പം മനസ്സിലാവും. സച്ചി പറഞ്ഞു അത് ശരിയാ, ആ കാര്യത്തിൽ അച്ചമ്മ ഒരു പടി മുന്നിലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടും കിടന്നു. പക്ഷെ കിടന്നിട്ട് രേവതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതി എഴുന്നേറ്റോടെ ഇരിക്കുന്നുണ്ടപ്പോൾ സച്ചി ചോദിച്ചു എന്താന്ന് ചോദിച്ചു. എന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താ? എനിക്ക് കണ്ണടച്ച് ചെയ്യുമ്പോൾ വർഷയുടെ മുഖവും മനസ്സിൽ എനിക്ക് നല്ല ഭയമുണ്ട് സച്ചേട്ടാ. ഇനി അവൾ എന്തായാലും കടുങ്ക ചെയ്യും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അവൾക്ക് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ കൊടുക്കണം. ഒരു കാരണവശാലും അവളുടെ വയറ്റി പെടുന്ന കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ അവരുടെ മുറിയിലേക്ക് പോലോ. ഇപ്പോഴോ? അതേന്നെ. അല്ല അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് ഇഷ്ടപ്പെടുമോ? ശ്രീകാന്തിനോട് കാര്യങ്ങൾ പറയാം. അതും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൂടെ നേരെ മുറിയിലേക്ക് ചെന്നു. കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വന്ന് കഥ തുറന്നു. ആ സമയം സച്ചി ശ്രീകാന്തിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോഴേക്കും വർഷ എഴുന്നേറ്റ് ചോദിച്ചു എന്താ ചേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഇന്നത്തെ രാത്രിയിലെ വർഷയോടൊപ്പം കിടന്ന് ഉറങ്ങണമെന്ന് ഭയങ്കര ഒരു കൊതി തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. അതെ, ശ്രീകാന്ത് സച്ചേട്ടനും കൂടെ പുറത്ത് കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി എന്ത് ചെയ്തു, വർഷയോടൊപ്പം കയറി വർഷ എടുത്ത് കിടക്കണം. വർഷയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ആ സമയത്ത് രേവതി ചോദിച്ചു അല്ല വയറുവേദന വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെ, എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന്. പെട്ടെന്ന് ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതാർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നിനക്ക് പ്രസവം എന്നൊക്കെ പറഞ്ഞ പേടിയുള്ള ആണല്ലോ. ശ്രീകാന്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും രേവതി പറഞ്ഞതുമില്ല. നീ ഭയപ്പെടുവൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ, ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ അത് ദൈവം തരുന്നതാണ്. എല്ലാവർക്കും ഒന്നും അതിനുള്ള ഭാഗ്യം ചിലപ്പോൾ ദൈവം കൊടുത്തെന്ന് വരത്തില്ല. അപ്പോൾ അത് കിട്ടുന്നതിന് നമ്മൾ നല്ല പൊന്നു പോലെ നോക്കണം. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു ചേച്ചി എനിക്ക് നല്ല പേടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വർഷയെ അങ്ങനെ സമാധാനിപ്പിച്ചു. വർഷ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർഷ കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ രേവതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഉറങ്ങാനായിട്ടാ? രേവതി ഇങ്ങനെ കാവലിരിക്കുക. ഇനിയിപ്പോൾ താനെങ്ങാനും ഉറങ്ങേണ്ട സമയത്ത് വർഷ എഴുന്നേറ്റ് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? കഴിഞ്ഞ ദിവസത്തെ പോലെ ഡാൻസ് കളിക്കുമോ? വല്ല പപ്പായ ജ്യൂസോ കപ്പളങ്ങപ്പഴോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ, കപ്പളങ്ങപ്പഴോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രേവതി ഇങ്ങനെ കാവലിരുന്നു. രേവതിക്ക് ഉറക്കം വന്നിട്ടും രേവതി ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. വർഷയ്ക്കും വർഷയുടെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചുകൂടാ. അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ജീവൻ ആപത്താണ്. അതുകൊണ്ട് എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുമാത്രമല്ല എത്രയും പെട്ടെന്ന് അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ടായിരിക്കും. ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും, അതുപോലെ തന്നെ അച്ഛമ്മയും. നാളെ അച്ഛമ്മയൊക്കെ വരും. എല്ലാവരും ആ സന്തോഷത്തിൽ തന്നെയാണ്. ആ സമയത്ത് വർഷം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നറിഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രേവതിക്കും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വർഷയുടെ വയറ്റ് പിളർന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് രേവതി ഉറക്ക വിളിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.